ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോൺ ആക്രേജ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ അല്ല, കുറച്ച് വീഡിയോ ഫുട്ടേജസ് എടുത്തിട്ട് ട്രെയിലർ എന്ന പോലെ രീതിയിൽ ഇട്ടു എന്നുള്ളൂ. ആ ഗെയിമിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോണത്. അതിനു മുമ്പ് എന്നെ പറ്റി പറയാം. ഞാനിപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് ഇപ്പം ശരിക്കും തുടങ്ങിയിട്ട് 2 ഇയർ ആയി. അതിനു മുമ്പ് ആദ്യം +1 പഠിക്കുന്ന ടൈമിൽ ഞാൻ അൺറിയൽ എഞ്ചിനിൽ ചെറിയൊരു 2D സൈഡ് സ്ക്രോളർ ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ഈ ഗെയിം ഡെവലപ്മെൻറ്റിലേക്കുള്ള എൻട്രി ഉണ്ടാവണം. അന്ന് അതിൻ്റെ ഫുട്ടേജ് ഞാൻ കൊടുക്കാം. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് യൂണിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, അൺറിയലിലും ചെയ്തിട്ടുണ്ട്. അൺറിയൽ എഞ്ചിനാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. കഴിഞ്ഞ ഇയർ സ്റ്റാർട്ടിങ് തൊട്ട് യൂണിറ്റി ആയിരുന്നു. യൂണിറ്റിയിൽ മൊബൈൽ ഗെയിം ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു 3-4 പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഗെയിമിൻ്റെ. പിന്നെ PC യും ചെയ്തിട്ടുണ്ട്. യൂണിറ്റി വെച്ച് വലിയൊരു PC ഗെയിം ചെയ്തായിരുന്നു, ഐക്കോണിക് എന്ന് പറയുന്നത് അതിൻ്റെ പേര്. അതിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ 3D ക്യാരക്ടേഴ്സ് വെച്ചാണ് ചെയ്തത്. അതിൽ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് ജിൻസ് എന്ന് പറഞ്ഞ ഫ്രണ്ട്, പിന്നെ എനിമീസ് പോലെ എനിമീസ് NPC ആയിട്ട് സൽമാൻ, അതുൽ, ഷബ്സീർ, റിയാസ്, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ഫുള്ള് കാര്യങ്ങളും സെൽഫ് ലേൺ ആയിട്ടാണ് ഇപ്പോഴും അന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലും ChatGPT-യും പിന്നെ ഗൂഗിളിൽ കുറച്ച് റെഫറൻസും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മെയിൻ കാര്യത്തിൽ കിടക്കുക, ലോൺ ആക്രേജിനെ പറ്റിയാണല്ലോ പറയാൻ പോകുന്നത്. ഈ ഗെയിം ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 9 to 10 months ആയി. 9 to 10 months-ൻ്റെ ഇടയിൽ കുറേ ഇരിക്കാത്ത ദിവസങ്ങളില്ല, മണിക്കൂറോളം ഇരിക്കും ഇതിന് വേണ്ടിയിട്ട്. എൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ വേൾഡ്, ഫുള്ളി ഓപ്പൺ വേൾഡ്. അതിൽ കുറച്ച് ഡിഫറെൻറ്റ് മാപ്സ് ഉണ്ടാവും. ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത് ഐലൻഡ്, മെയിൻ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്നത് മാപ്പാണ് ഐലൻഡ്. ഐലൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ടും ചെയ്ത് കുറച്ചായി. അതിന് സിറ്റി, പിന്നെ ഹിമാലയൻ റീജിയൻ പോലെ സ്നോ ആയിട്ടുള്ള ഒരു ടെറൈൻ, പിന്നെ ഡെൻസ് ഫോറസ്റ്റ്, ഇതൊക്കെയാണ് മാപ്പായിട്ട് വരാൻ പോണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെയിൻ എയിം എന്ന്. എൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്ത് ഭയങ്കര റിയലിസ്റ്റിക് ആക്കിയിട്ട് നല്ല രസത്തിൽ, എന്നിട്ടാ പറയാം, നമ്മൾ കളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങി ചെന്ന് കളിക്കുന്ന പോലത്തെ ഫീൽ കൊടുക്കണം. അതാണ് മെയിൻ പ്ലാൻ. സ്റ്റോറി തുടങ്ങണത് ഐലൻഡിലാന്ന് പറഞ്ഞല്ലോ. ഒരു ഐലൻഡിൽ നമ്മുടെ ക്യാരക്ടർ എത്തിപ്പെട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ക്യാരക്ടർ എങ്ങനെ സർവൈവ് ചെയ്യും, അതൊക്കെയാണ് ഗെയിമിന്റെ സ്റ്റോറിനെ പറ്റി ഇപ്പൊ പറയാനുള്ളത്. കുറെ സർവൈവൽ മിഷൻസ് ഒക്കെ ഇപ്പൊ എത്ര പറയാനുള്ള ഗെയിമിന്റെ സ്റ്റോറിനെ പറ്റി. ഈ ഗെയിം ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺറിയൽ എഞ്ചിൻ 5-ലാണ്, ലോൺ ആക്രേജ് കേട്ടോ. ഇത് മെയിൻ ക്യാരക്ടറും NPC ക്യാരക്ടേഴ്സും ഒക്കെ അൺറിയൽ എഞ്ചിന്റെ തന്നെ മെറ്റാ ഹ്യൂമൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഗെയിമിൽ ഇതുവരെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് പറയാം. ഡേ നൈറ്റ് സൈക്കിൾ ഉണ്ട്. ഡേ നൈറ്റ് സൈക്കിൾ കുറേ പേർക്ക് അറിയായിരിക്കും, ഡേയും നൈറ്റ് ആവണത് മാറി മാറി. അത് ഇന്ത്യൻ ടൈമാണ് ഞാൻ കൊടുത്തേക്കണം, കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ്റെ ടൈം എങ്ങനെയാണോ അതേപോലെ. പിന്നെ AIs, NPC ഉണ്ട്, എനിമി ഉണ്ട്, എനിമൽസ് ഉണ്ട്, കാർ ഉണ്ട്. കാർ എന്തിനാന്ന് വെച്ചാൽ കാർ സിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സിറ്റി മാപ്പ്. അപ്പൊ അതിലേക്ക് വേണ്ടിയാണ് കാർ AI ചെയ്തേക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് എനിമി ആണ്. എനിമി 2 ടൈപ്പ് എനിമി ഉണ്ടാവും. അതൊന്നും ഫുള്ള് റിവീൽ ചെയ്യണില്ല ഇപ്പോൾ. ഇതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടാവും എപ്പോഴും. പിന്നെ എക്യുപ്മെന്റ്സ്, ഇൻവെന്ററി, ഇതൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ ഗെയിമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ലോഡുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ഗെയിമാക്കി ഇറക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. ഇത്ര നാൾ ചെയ്തല്ലേ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് വർക്ക്. ഇതിൻ്റെ പ്രൊജക്റ്റ് ഫയൽ തന്നെ ഏകദേശം 80 GB അടുത്തുണ്ട്. ഇത്രയും വലിയ പ്രൊജക്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള വീഡിയോസിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടാൻ ശ്രമിക്കാം. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് വേറൊരു മൊബൈൽ ഗെയിം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ഇടാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പോൾ അടുത്ത് എന്തായാലും ഇടും. ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് വർക്കുകളുണ്ട്, ഒപ്റ്റിമൈസേഷനും പിന്നെ UI ഡിസൈൻ ചെയ്യണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. ഗെയിമിൻ്റെ കാര്യം ഏകദേശം സെറ്റ് ചെയ്യും. അതൊരു എൻലെസ് റണ്ണർ ഗെയിമാണ്. അതൊരു മൊബൈലിൽ ഒരു ഗെയിം ഉണ്ടാക്കിയിടാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയിടുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ചെറിയ ഗെയിമാണ്, എൻലെസ് റണ്ണർ ഗെയിമാണ്. ആ ഗെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊജക്റ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കാർ സിമുലേഷൻ ഗെയിം. അതും ആൻഡ്രോയിഡാണ്. ഇത് രണ്ടും ആൻഡ്രോയിഡാണ്. രണ്ടും യൂസ് ചെയ്യണത് അൺറിയൽ എഞ്ചിൻ തന്നെ. അത്യാവശ്യം ഹൈ ഗ്രാഫിക്സിൽ ചെയ്യാനുള്ള പ്ലാനാണ്. ഈ 2 ഗെയിമും ആൻഡ്രോയിഡിലേക്കാണ് ഇപ്പോൾ പ്ലാൻ. കാർ സിമുലേഷൻ എന്തായാലും ടൈം എടുക്കും, പക്ഷേ എൻലെസ് റണ്ണർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഫിനിഷ്ഡാ. iOS-ലേക്കുള്ള കാര്യം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും ഫ്യൂച്ചറിൽ സെറ്റ് ആവും. ബൈ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും.